അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയ ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഡെസിമൽ ആൻഡ് ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ഓൺ ദം എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര് വരുന്നത്. അപ്പോ നിങ്ങൾക്ക് അറിയാമോ ഈ ഡെസിമൽസ് എന്താന്നുള്ളത്? ദശാംശങ്ങൾ എന്ന് പറയും. ഡെസിമൽസ് ദശാംശങ്ങൾ എന്നാണ് നമ്മൾ ഡെസിമൽസ് എന്നുള്ളതിനെ മലയാളത്തിൽ പറയുന്നത്. നിങ്ങൾക്ക് അറിയോ എന്താണ് ദശാംശങ്ങൾ എന്നുള്ളത്? പിന്നെന്തായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചെയ്തത്. നമുക്ക് അധികം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഒരു കുറെ 3-4 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഒരു 12 ക്വസ്റ്റ്യൻസ് മൊത്തമായിട്ട് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിരുന്നോ അത്? 12-13 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? നിങ്ങൾ എല്ലാവരും അത് ആൻസർ ചെയ്യണം. ആൻസർ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. പക്ഷെ അതെന്തായാലും എല്ലാവരും തന്നെത്താനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്രയും ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുള്ളത് ട്ടോ. ഓക്കെ, ദശാംശങ്ങളിലാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത്. അത് ഡെസിമൽസ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞത് മുന്നത്തെ ക്ലാസ്സിന്റെ ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ പറയണം ട്ടോ. എന്നാലാണ് നമുക്കത് ഒട്ടും ആർക്കും കിട്ടുന്നില്ല, അയ്യോ ഒന്നും ചെയ്യാൻ കിട്ടുന്നില്ല എങ്കിൽ പറയുക. അപ്പൊ നമുക്കതൊന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. 1-2 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കുഴപ്പമില്ല, ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ആർക്കും കിട്ടുന്നില്ല, ഒട്ടും മനസ്സിലാവുന്നില്ല അങ്ങനെയാണെങ്കിൽ നമുക്കത് ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞു പോകാം. ഓക്കെ, ഇന്നപ്പോ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെസിമൽ ആൻഡ് ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ആണ്. അതായത് ദശാംശങ്ങളും അതുകൊണ്ട് ചെയ്യുന്ന ഓപ്പറേഷൻസ്. ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓപ്പറേഷൻസ് മാത്സിലത്തെ അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അതൊക്കെയാണ് നമ്മുടെ ഓപ്പറേഷനുകൾ അല്ലെ. ആ ഓപ്പറേഷൻ ഒക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ദശാംശങ്ങളെ എങ്ങനെ തമ്മിൽ ആഡ് ചെയ്യാം, ദശാംശങ്ങളെ എങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്യാം, ദശാംശങ്ങളെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, അപ്പൊ നമുക്ക് അധികം സമയം കളയാതെ വേഗം തന്നെ ചാപ്റ്ററിലേക്ക് പോകാം. അപ്പൊ ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്ന എന്താണ്? ഡെസിമൽ നമ്പറുകള് പോയിന്റ് വരുന്ന സംഖ്യകളെയാണ് നമ്മൾ ഡെസിമൽ നമ്പറുകൾ എന്ന് പറയാം. പോയിന്റ് വരും അതില് അല്ലെ. പോയിന്റ് 1.2, 2.3, 5.6 അങ്ങനെയുള്ള സംഖ്യകളാണ് ദശാംശങ്ങൾ. അപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഫ്രാക്ഷൻസ് ആണ് പഠിച്ചത് അല്ലെ. ഫ്രാക്ഷൻസിനെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, ഫ്രാക്ഷൻസിനെ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, സബ്സ്ട്രാക്ട് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്, അതും പിന്നെ LCM ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്. ഇപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ദശാംശങ്ങളാണ്. ഫ്രാക്ഷനെ തന്നെ നമ്മൾ ആക്ച്വലി അതിന്റെ വാല്യൂ കാൽക്കുലേറ്ററിൽ ഇട്ടിട്ട് കൂട്ടി അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന സാധനമാണ് ഈ ദശാംശങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. എല്ലാ ഫ്രാക്ഷൻസും ദശാംശങ്ങളാകണമെന്നില്ല, പക്ഷെ ദശാംശങ്ങളാകുന്നതാണ് മോസ്റ്റ് ഓഫ് ദ ഫ്രാക്ഷൻസും അല്ലെ. അപ്പോ ആ ദശാംശങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് നോക്കിയേ. Numbers expressed in decimal form are called decimal number. എന്താണ് അതിന് മലയാളം കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട് ട്ടോ. ദശാംശ രൂപത്തിൽ പ്രകടിപ്പിക്കുന്ന സംഖ്യകളെയാണ് ദശാംശ സംഖ്യകൾ അല്ലെങ്കിൽ ദശാംശങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ 0.71, 0.32 അല്ലെങ്കിൽ 3.2, 0.10 ഇവയൊക്കെയാണ് നമ്മൾ ദശാംശങ്ങൾക്ക് ഉദാഹരണങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ദശാംശങ്ങൾ എന്ന് പറയുന്നത് എന്താന്ന് മനസ്സിലായല്ലോ? ഡെസിമൽ നമ്പേഴ്സ്. ഈ ഡെസിമൽ നമ്പേഴ്സിന് ആക്ച്വലി 2 ഭാഗങ്ങളുണ്ട്. കണ്ടില്ലേ? നിങ്ങൾ ഒരു പോയിന്റ് കാണാനുണ്ടല്ലേ നടുക്ക് ഒരു കുത്ത്. ആ കുത്തിന്റെ 2 സൈഡിലും സംഖ്യകളുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? ആ കുത്തിന്റെ 2 സൈഡിലും സംഖ്യകളുണ്ട്. ഒരു ഭാഗത്ത് മാത്രമല്ല സംഖ്യകള്, 2 ഭാഗത്തും ഉണ്ട് സംഖ്യകള്. എന്താണ് ആ 2 ഭാഗത്തുള്ള സംഖ്യകള്? അതാണ് 2 ഭാഗങ്ങളുണ്ട് എന്ന് പറയുന്നത്. ഒരു ഭാഗം ഹോൾ നമ്പർ അഖണ്ഡ സംഖ്യകളുടെ ഭാഗവും മറ്റൊന്നാണ് ഡെസിമൽ ഭാഗവും ദശാംശ ഭാഗവും. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇപ്പൊ നമ്മള് 2.3 എന്ന ഒരു ദശാംശ സംഖ്യ എഴുതി കഴിഞ്ഞാല് ഈ 2.3 ഈ ഭാഗത്ത് ഇടതുഭാഗത്ത് കിടക്കുന്നത് ഈ പോയിന്റിന്റെ ഈ കുത്തിന്റെ ഇടതുഭാഗത്ത് കിടക്കുന്നതാണ് ഹോൾ നമ്പർ പാർട്ട്. ഹോൾ നമ്പർ
പാർട്ട്, അതായത് അഖണ്ഡ സംഖ്യയുടെ ആ ഭാഗം. ഈ വലതുഭാഗത്തുള്ളതാണ് എന്ത്? ഡെസിമൽ പാർട്ട്. മനസ്സിലായോ? അപ്പൊ എന്താണ്? ആ ഒരു പോയിന്റ്, ആ ഒരു കുത്തിന്റെ ഇടതുഭാഗത്ത് കിടക്കുന്നതാണ് ഹോൾ നമ്പർ പാർട്ട്, വലതുഭാഗത്ത് വരുന്നതാണ് ഡെസിമൽ പാർട്ട്. ഓക്കെ, അപ്പൊ ഒരു ഡെസിമൽ സംഖ്യക്ക്, ഒരു ദശാംശ സംഖ്യക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്, ഹോൾ നമ്പർ ഭാഗവും ഉണ്ട്, ഡെസിമൽ ഭാഗവും ഉണ്ട്. ഈ രണ്ട് ഭാഗങ്ങളും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു കുത്ത് അല്ലെങ്കിൽ ഒരു ബിന്ദു, അത് വെച്ചിട്ടാണ് ഈ രണ്ട് ഭാഗങ്ങളും തമ്മിലും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഇടതുഭാഗത്ത് കിടക്കുന്ന ഡെസിമൽ പോയിന്റിന്റെ ഇടതുഭാഗത്ത് കിടക്കുന്നതിനെയാണ് ഹോൾ നമ്പർ പാർട്ട് എന്ന് പറയുന്നത്. വലതുഭാഗത്തുള്ളതാണ് എന്ത്? ഡെസിമൽ പാർട്ട്. അപ്പൊ എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾ 62.64 എന്ന് പറയുന്ന ഒരു ദശാംശ സംഖ്യ ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഈ 62 എന്ന് പറയുന്നതാണ് എന്ത്? ഹോൾ നമ്പർ പാർട്ടും ഈ 64 എന്ന് പറയുന്നതാണ് ദശാംശ ഭാഗവും. അപ്പൊ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 62.64 എന്ന് നമ്മൾ പറയില്ല കേട്ടോ. അത് ഇതിന്റെ ഒരു നമ്മൾ ദശാംശ സംഖ്യ ഇങ്ങനെ നെയിം ചെയ്യുന്ന ഒരു രീതിയാണ്. പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സംഖ്യകളെ നമ്മൾ 64, ഇപ്പൊ അവിടെ 10 ആണെങ്കിൽ 10, 30 ആണെങ്കിൽ 30, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് സംഖ്യകളെ പറയുള്ളൂ. അല്ലെങ്കിൽ 62.64 എന്ന് പറയില്ല. 62.64 അല്ലെങ്കിൽ 35.28, അങ്ങനെ ആ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സംഖ്യകളെ സെപ്പറേറ്റ് ആയിട്ട് 28, 32, 64 അങ്ങനെ പറയണം. 64, 32, 28 അങ്ങനെ നമ്മൾ അതിനെ പറയില്ല. അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടിയ ടോട്ടൽ സ്കോർ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടിയ സ്കോർ എന്ന് പറയുന്നത് 42.75 അങ്ങനെയാ പറയാം. അപ്പൊ നമ്മൾ പെർസെന്റേജസ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലെ? ആൾക്കാരെ എത്ര പെർസെന്റേജ് എന്ന് ചോദിക്കുമ്പോൾ 92.34 അങ്ങനെയാ പറയാം. 92.34 എന്ന് ആരും പറയില്ല. മനസ്സിലായോ? 95.16, 95.16, ഈ ടീച്ചർ എന്താ എല്ലാം 95, 90 മുകളിൽ പറയണത് അല്ലേ? അങ്ങനെയാണ് നമ്മൾ മേടിക്കേണ്ട പെർസെന്റേജ്. അല്ലെങ്കിൽ പോട്ടെ, 82.28 അല്ലെങ്കിൽ 82.75 അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് പറയുക. അല്ലാതെ ഒറ്റയടിക്ക് 75 അല്ലെങ്കിൽ 28 എന്ന് പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത് ഡെസിമൽ പാർട്ടിനെ അങ്ങനെ നമ്മൾ ഒറ്റ വാക്കായിട്ട് പറയില്ല. സംഖ്യകളെ സെപ്പറേറ്റ് ആയിട്ടാണ് പറയുന്നത്. ഇനി ഡെസിമൽ പാർട്ട് അല്ലാത്ത ഹോൾ നമ്പറിനെ സാധാരണ പറയുന്നത് പോലെയാണ് നമ്മൾ പറയാം. ഓക്കെ, അത്രയാണ് ഡെസിമൽ പാർട്ടിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഡെസിമൽ പ്ലേസസ്. ഡെസിമൽ പ്ലേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ഉണ്ട്. അതായത് നമ്മൾ മറ്റേ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചപ്പോ ഇവിടെ സാധാരണ രീതിയിൽ എഴുതുന്ന നമ്പറുകളെ ഒറ്റ, 10, 100, 1000 അങ്ങനെ പഠിച്ചു അല്ലെ? എങ്ങനെയാ പഠിച്ചത്? ഇപ്പൊ ഞാനൊരു 565 എന്ന് പറയുന്ന ഒരു സംഖ്യ എഴുതുന്നുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ വൺസ് പ്ലേസിൽ കിടക്കുന്നത്, ഇതാണ് അതിന്റെ സെക്കൻഡ് പ്ലേസിൽ കിടക്കുന്നത്, ഇത് അതിന്റെ സെക്കൻഡ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ടെൻസിന്റെ പ്ലേസിൽ കിടക്കുന്നത്, 10ന്റെ സ്ഥാനത്ത് കിടക്കുന്നത്, ഇവിടെയാണ് അതിന്റെ 100th പ്ലേസിൽ കിടക്കുന്നത്. നമ്മൾ ഇവിടെ ഇടത്തുനിന്ന് ഇങ്ങോട്ടാണ് അല്ലെ പോകുന്നത് അല്ലെ? ഇനി ഡെസിമൽ പ്ലേസസ് ആണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാ പോവുക. ഇവിടെയാണ് വൺസ്, പിന്നെ അടുത്ത നമ്പർ വരുന്നതാണ് ടെൻസ്, അങ്ങനെയാണ് പോകുന്നത്. ആക്ച്വലി വൺസ് ഇല്ല എന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ ടെൻസ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ടെൻസ് പ്ലേസ് തൊട്ടാണ് ദശാംശങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ടാണ് അതിന് ഡെസിമൽ നമ്പറുകൾ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കൗണ്ട് ചെയ്ത് പോകുന്നത്. അത് എങ്ങനെയാണ്? ഇവിടെ 45 കിടക്കുന്നുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ ടെൻസ് പ്ലേസിൽ കിടക്കുന്നത്, ഇത് 100th പ്ലേസ്. ഓക്കെ, അപ്പൊ ഈ സൈഡിലുള്ള സാധാരണ സംഖ്യകളെ നമ്മൾ ഇടത്തുനിന്ന് വലത്തുനിന്ന് ഇടത്തോട്ടാണ് നമ്പർ ചെയ്ത് പോകുന്നത്. ഇത് ഒറ്റ സ്ഥാനത്ത്, ഇത് 10ന്റെ സ്ഥാനത്ത്, ഇത് 100ന്റെ സ്ഥാനത്ത്, പിന്നെ 1000ന്റെ സ്ഥാനം. അങ്ങനെ നമ്മൾ വലിയ കുറേ നാള് ചെലവഴിച്ചിട്ട് നമ്മൾ പേരൊക്കെ ഇടാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? മറന്നോ എല്ലാവരും? ഫസ്റ്റ് ചാപ്റ്ററിൽ ഇല്ലേ? അത് നമ്മൾ എങ്ങോട്ടാണ്? ഈ ഇവിടെ നിന്ന് വലതു ഭാഗത്ത് നിന്ന് ഇടതു ഭാഗത്തേക്കാണ് പോകുന്നത്. ആ കൺഫ്യൂഷൻ ആണ്. വലതു ഭാഗത്ത് നിന്ന് ഇടതു ഭാഗത്തേക്കാണ് നമ്മൾ നെയിം ചെയ്ത് പോകുന്നത്. പക്ഷെ ഡെസിമലിനെ നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് ഓൾറെഡി പോയിന്റിന്റെ തൊട്ടടുത്ത് നിന്നാണ് അപ്പുറത്തേക്ക് നെയിം ചെയ്ത് പോകുക. ഓക്കെ, അപ്പൊ അതിനെയാണ് ഡെസിമൽ പ്ലേസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദശാംശ ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഡെസിമൽ നമ്പേഴ്സിനെ പറ്റി ബേസിക് ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്. എന്തൊക്കെയാണ്?
എക്സ്പ്രസ് ചെയ്യുന്നത് 0.71 അല്ലെങ്കിൽ 3.2, 0.10 അങ്ങനെയാണ് നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഒരു ഡെസിമൽ നമ്പറിന് ഹോൾ നമ്പറിന്റെ ഭാഗവുമുണ്ട്, ഒരു ഡെസിമൽ ഭാഗവുമുണ്ട്. പിന്നെന്താണ്, അതില് നമ്മൾ പോയിന്റ്സ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 7, 4 അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് സംസാരിക്കുള്ളൂ. ഡെസിമൽ നമ്പേഴ്സ് സെപ്പറേറ്റ് ആയിട്ടാണ് പറയാ. Left side of the decimal point is the whole number part and the right side of the decimal is called the decimal part. അങ്ങനെയാണ് രണ്ട് ഭാഗങ്ങളെയും നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ numbers of digits contained in the decimal part of a decimal gives the number of decimal places എന്ന് പറയുമ്പോൾ എത്ര decimal places ഉണ്ട് എന്ന് നോക്കി നിങ്ങൾ. ഇവിടെ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ വരുന്നുണ്ട്? പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ വരുന്നുണ്ട്? 1, 2 സംഖ്യ. അപ്പൊ 2 എണ്ണാണ് ഇവിടുത്തെ 2 decimal places ആണ് ഇവിടെ ഉള്ളത്. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യകൾ വരുന്നുണ്ടെന്ന് നോക്കണ്ട. ഇവിടെ 1, 2, 3. പോയിന്റ് കഴിഞ്ഞിട്ട് 3 സംഖ്യകൾ വരുന്നുണ്ട്. അപ്പൊ 3 decimal places ആണ് ഇവിടെ ഉള്ളത്. മനസ്സിലായല്ലോ? ഇവിടെ 2 decimal places. എന്തുകൊണ്ടാ? പോയിന്റിന് ശേഷം ഈ വലതുഭാഗത്ത് 2 സംഖ്യകൾ വന്നതുകൊണ്ടാണ് 2 decimal places. 3 സംഖ്യകൾ വന്നപ്പോൾ 3 decimal places ആണ് ഉള്ളത്. മനസ്സിലായല്ലോ? ഒരു ദശാംശത്തിന്റെ ദശാംശ ഭാഗത്തിലുള്ള അക്കങ്ങളുടെ എണ്ണം ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം കാണിക്കുന്നു. 4.24 എന്ന് പറയണം, 24 എന്ന് പറയരുത്. 2 ദശാംശ സ്ഥാനങ്ങളാണുള്ളത്. 9.126 എന്ന് പറയോ? ഇല്ല. 126 3 ദശാംശ സ്ഥാനങ്ങളാണ് ഉള്ളത്. ഓക്കെ, അപ്പോ അത്രയുമാണ് ഡെസിമൽ പ്ലേസസിന് അല്ലെങ്കിൽ ഡെസിമൽസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ബേസിക് ആയിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡെസിമൽസ്, എന്താണ് ഡെസിമൽസിനെ എങ്ങനെയാണ് നെയിം ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി അടുത്തതിലേക്ക് പോവാം. അപ്പൊ ഡെസിമൽസ് എന്താന്ന് ഒരു ഐഡിയ കിട്ടിയോ? എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയില്ലേ? എന്താണ്, ഞാൻ കാര്യമായിട്ട് നമ്മൾ അതിലേക്ക് പോയിട്ടൊന്നുമില്ല. ജസ്റ്റ് എന്താണ് ഡെസിമൽസ്, എങ്ങനെയാണ് ഡെസിമൽസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിന്റെ നമ്പേഴ്സ് കാണിക്കുന്നത്, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഡെസിമൽ ഫ്രാക്ഷൻ. ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്, ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭിന്നങ്ങൾ. അതായത് ഡെസിമൽസിനെ എങ്ങനെയാണ് ഒരു ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഫോമിൽ എഴുതാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഇൻ വിച്ച് ഡിനോമിനേറ്റർ ഈസ് 10 or power of 10 is called a decimal fraction. നമ്മുടെ ഡിനോമിനേറ്റർ, നമ്മുടെ ഛേദം എന്തായിട്ട് വരുന്നത്? 10 അല്ലെങ്കിൽ 10ന്റെ പവറുകളോ. 10ന്റെ പവറുകൾ എന്ന് പറയുന്നത്, പവർ എന്താണ്? 10ന് ഭയങ്കര പവർ, ആ പവർ അല്ല. എന്താണ് പവറുകൾ? എക്സ്പോണൻസ്. എന്താണ്? നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ മുകളിലേക്ക് എഴുതുന്നത്. അയ്യോ, ഇതിന്റെ മലയാളം വേർഡ് ഞാൻ മറന്നു പോയിട്ടോ, സോറി. ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 2 മുകളിൽ ഇങ്ങനെ എഴുതുമ്പോൾ അത് അതിന്റെ അർത്ഥം എന്താ? 2 തവണ 2നെ മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ് അല്ലേ? പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ആദ്യം ഞാൻ 3 to the power of 2 എന്ന് എഴുതിയപ്പോ നിങ്ങൾ 3 × 2 6 എന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അത് നിങ്ങൾക്ക് അതിന്റെ കോൺസെപ്റ്റ് അറിയാത്തതുകൊണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അതിനെ ഡിസ്കസ് ചെയ്തു. അപ്പൊ അതാ എന്താണ്, മുകളിലുള്ള ആ സംഖ്യ എന്ന് പറയുന്നത് താഴെയുള്ള സംഖ്യയെ എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളതിന്റെ അതാണ് അവിടെ മുകളിലുള്ള സംഖ്യ കാണിക്കുന്നത്. ഇപ്പൊ ഇതിന് പകരം 3 തവണയാണ് കൊടുത്തിരുന്നതെങ്കിൽ 3 × 3 × 3 അങ്ങനെയാണ് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മുകളിൽ കിടക്കുന്ന ആൾക്കാരെയാണ് എന്ത്? പവറുകൾ എന്ന് പറയുന്നത്. പവർ. ഓക്കെ, പവേഴ്സിന്റെ മലയാളം എന്തായിരുന്നു? എക്സ്പോണന്റിന്റെ, അയ്യോ മലയാളം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല കേട്ടോ. നമ്മൾ അന്ന് ക്ലാസ് എടുത്തപ്പോൾ മലയാളം വേർഡ്സ് ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഡിനോമിനേറ്റർ 10 അല്ലെങ്കിൽ 10ന്റെ പവറുകളോ ആണ് ഛേദത്തിൽ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നതെങ്കിൽ അതിനെയാണ് ഡെസിമൽ ഭിന്നം അല്ലെങ്കിൽ ദശാംശ ഭിന്നം, ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് 1/10 നോക്കിയേ, ഡിനോമിനേറ്റർ വന്നത് 10 അല്ലേ? ഇനി 10ന്റെ പവറുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? 10ന്റെ രണ്ടാമത്തെ പവർ എന്ന് പറയുന്നത് 10 × 10 100. ഓക്കെ, 10⁻³ ആണെങ്കിലോ 10 × 10 × 10 1000. അപ്പൊ ഈ 100ഉം 1000ഉം 10000ഉം ലക്ഷവും 10 ലക്ഷവും ഒക്കെയും 10ന്റെ പവറുകളാണ്. ഓക്കെ, 10ന്റെ പവറുകളാണ് ഈ പറഞ്ഞതൊക്കെയും. അപ്പൊ നോക്കി നോക്കൂ, അപ്പൊ നമ്മള് 10ന്റെ പവറുകളായിട്ടാണ് ഡിനോമിനേറ്റർ വരുന്നതെങ്കിൽ, ഡിനോമിനേറ്റർ കേട്ടോ, ന്യൂമറേറ്റർ അല്ല, ഛേദം 10ന്റെ പവറുകളാണെങ്കിൽ നോക്കിയേ, 3/100, 5/1000,
ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫ്രാക്ഷൻ വരുന്നതെങ്കിൽ അതിനെ ദശാംശ ഭിന്നം എന്ന് പറയും. ഡെസിമൽ ഫ്രാക്ഷൻ എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് ദശാംശ ഭിന്നം എന്ന് പറയുന്നത്? നമുക്ക് ഈ 10ന്റെ പവറുകളാണ് താഴെ വരുന്നതെങ്കിൽ മുകളിൽ കിടക്കുന്ന നമ്പറിന് അത്രയും 0 നീക്കി പോയിന്റ് ഇടാം. എന്താണ്? 0 നീക്കി പോയിന്റ് ഇടാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അത്? 10ന്റെ പവറുകളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. 10ന്റെ പവറുകൾ ആണ്. 10 എത്ര തവണ റേസ്ഡ് ആയിട്ടുള്ള പവറുകൾ, അതായത് 10ഓ 100ഓ 1000ഓ അങ്ങനെ എന്തെങ്കിലും ആണ് ഡിനോമിനേറ്ററിൽ ഛേദത്തിൽ വരുന്നതെങ്കിൽ നമ്മൾ അതിനെ ദശാംശ ഭിന്നം അല്ലെങ്കിൽ ഡെസിമൽ ഫ്രാക്ഷൻ എന്നാണ് പറയുന്നത്. അതിനെ എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും? 0 നീക്കി പോയിന്റ് ഇടാന്ന് പറയുമ്പോൾ ഏത് സൈഡിലേക്ക് നീക്കണം? ഇടത്തോട്ട് നീക്കണം. അപ്പൊ നോക്കിയേ, ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. 1 ഡിവൈഡഡ് ബൈ 10. 10ൽ എത്ര 0 ഉണ്ട്? ഒരു 0 ഉള്ളൂ. അപ്പൊ ഈ 1 ഡിവൈഡഡ് 10ന് എനിക്ക് 1 എന്നിട്ടിട്ട് ഒരു 0 ഉള്ളത്. അപ്പൊ ഈ 1ന്റെ ഈ സൈഡിൽ ഒരു പോയിന്റ് ഇട്ടാൽ അതാണ് 1 ഡിവൈഡഡ് ബൈ 10 എന്നുള്ളതിന്റെ റെപ്രസെന്റേഷൻ. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് എത്ര പൂജ്യങ്ങൾ ഉണ്ട്, അതുകൊണ്ടാണ് 10 എന്നുള്ളത് മാത്രം അവിടെ വരുന്നത്. വേറെ ഒരു സംഖ്യയും വന്നിട്ട് കാര്യമില്ല. 20ഓ 200ഓ ഒന്നും വന്നാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്താണ്? അപ്പൊ 3 ഡിവൈഡഡ് ബൈ 100 എത്ര 0 ഉണ്ട്? 1 2 0 ഉണ്ട് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 0.03 അതാണ് ഉത്തരം. അപ്പൊ നോക്കിയേ, എത്ര സംഖ്യ കഴിഞ്ഞിട്ടാണ് ഞാൻ പോയിന്റ് ഇട്ടത്? 2 സംഖ്യ. അപ്പൊ ഇവിടെ ഒറ്റ സംഖ്യ ഉള്ളൂ, 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ സംഖ്യ ഉള്ളൂ. അപ്പൊ 3ന്റെ അടുത്ത് കൊണ്ടിടാൻ പാടില്ല, കാരണം ഇത് ഡിവൈഡഡ് ബൈ 100 ആണ്. 2 0 ഉണ്ട്. അപ്പൊ 3 ഇട്ടു. ഇനി അവിടെ ഒരു സംഖ്യ ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒരു 0. ഏത് സൈഡില്? ഇടതു ഭാഗത്ത്. വലത്ത് ഭാഗത്ത് കൊണ്ടുപോയി 0 ഇട്ടത് 30 ആവും. വലത്ത് ഭാഗത്തല്ല, ഇടതു ഭാഗത്ത് 0 ഇട്ടിട്ട് അതിന്റെയും ഇടത്തായിട്ടാണ് നമ്മൾ പോയിന്റ് ഇടേണ്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ 2 സംഖ്യ മാറ്റി പോയിന്റ് ഇട്ടത്? 10ന്റെ രണ്ടാമത്തെ പവർ ആയിരുന്നു അവിടെ കിടന്നത്, അതുകൊണ്ടാണ്. ഇനി നോക്കിയേ, 5 ഡിവൈഡഡ് ബൈ 1000 ആണെങ്കിലോ എത്ര 0 ഉണ്ട്? 1 2 3 0 അല്ലേ? അപ്പൊ നോക്കിയേ, 5 എഴുതി. അപ്പൊ ഒരു സംഖ്യ ഉള്ളൂ. നമുക്കിവിടെ 3 സംഖ്യ നീക്കിയിട്ടേ പോയിന്റ് ഇടാൻ പാടുള്ളൂ. ബാക്കി ഇല്ലാത്ത സംഖ്യകൾക്ക് പകരം 2 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് ദാ ഈ സൈഡിൽ പോയിന്റ് ഇടുക. മനസ്സിലായോ? അപ്പൊ 3/100 എന്ന് പറയുന്നത് 0.03 ആണ്. 5/1000 എന്ന് പറഞ്ഞാൽ 0.005 ആണ്. മനസ്സിലായോ? ഇനിയിപ്പോ നോക്കിയേ, 8/10000 ആയിരുന്നെങ്കിലോ? 10000ൽ എത്ര 0 ഒന്നുണ്ട്? 1 2 3 4. അപ്പൊ 8 എഴുതി. ബാക്കി പക്ഷെ 8 എന്ന് പറയുന്ന ഒറ്റ സംഖ്യ ഉള്ളൂ. നമുക്ക് 4 സംഖ്യക്ക് മുമ്പാണ് പോയിന്റ് ഇടേണ്ടത്. അപ്പൊ ബാക്കി 3 എണ്ണം 0 ഇട്ട് കൊടുക്കുക. ഇവിടെ പോയിന്റ് ഇടുക. അതാണ് 8. ഇനിയിപ്പോ ഇത് ഒറ്റ സംഖ്യകൾ മാത്രമല്ല, നമുക്ക് ഇരട്ട സംഖ്യകളും എഴുതാലോ. ഇരട്ടയോ എത്ര സംഖ്യകൾ വേണമെങ്കിലും എഴുതാം. സോറി. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് എത്ര സംഖ്യകൾ വേണമെങ്കിലും എഴുതാൻ പറ്റുന്നത്? നോക്കിയേ, ഒരു 315 ഡിവൈഡഡ് ബൈ 1000 ആയിരുന്നു എന്ന് വിചാരിക്കുക നിങ്ങൾ ചെയ്യുന്നത്. ഓൾറെഡി എത്ര സംഖ്യ നീക്കി നമുക്ക് പോയിന്റ് ഇടണം? എത്ര സംഖ്യകൾ നീക്കി പോയിന്റ് ഇടണം? 3 സംഖ്യ. അപ്പൊ ഇവിടെ എത്ര സംഖ്യ ഉണ്ട്? 3 സംഖ്യ ഉണ്ട്. അപ്പൊ പിന്നെ നമ്മൾ വേറെ 0 ഒന്നും ചേർക്കണ്ട, നേരെ ഇവിടെ കൊണ്ടുപോയി പോയിന്റ് ഇട്ടാ മതി. മനസ്സിലായോ? ഇനി ഇതിന് 3 സംഖ്യ അല്ല, മുകളിൽ കിടക്കുന്നതിൽ കൂടുതൽ സംഖ്യ ഉണ്ടായിരുന്നെങ്കിലോ? നോക്കി നോക്കൂ. അതായത് മുകളിൽ ഒരു 3 സംഖ്യ ഉണ്ട്, പക്ഷെ നമുക്ക് 2 സംഖ്യ നീക്കി പോയിന്റ് ഇട്ടാൽ മതി, കാരണം നമ്മൾ 100 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും. 235. ഞാൻ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണുള്ളൂ. അപ്പൊ എത്ര 0 ഉണ്ട്? 2 0 അല്ലേ? അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? 2 സംഖ്യകളിൽ മാറ്റി പോയിന്റ് ഇടുക. മനസ്സിലായോ? എത്ര 0 ഉണ്ടോ അത്രയും സംഖ്യകൾ ഇടതുഭാഗത്തോട്ട് നീക്കിയിട്ട് വേണം പോയിന്റ് ഇടേണ്ടത്. മനസ്സിലായി? ഇതിന്റെ അർത്ഥം എന്താണ്? 3/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100ൽ 3 ഭാഗം അല്ലെ? അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 0.03 എന്ന് എഴുതാം. അല്ലെങ്കിൽ 1000ൽ 5 ഭാഗം, 10000ൽ 8 ഭാഗം, 100ൽ 235 ഭാഗം എന്ന് പറഞ്ഞാൽ അത് വലുതല്ലേ?
അപ്പൊ ന്യൂമറേറ്റർ ആണ് വലുതായിട്ട് വരുന്നതെങ്കിൽ ദാ ഇതുപോലെ വരും, 2.35 എന്ന് വരും. അപ്പൊ എപ്പോഴും പോയിന്റ് ഇട്ടിട്ടല്ല സംഖ്യകൾ വരും. ഇപ്പൊ ഒരു 6555 ഇങ്ങനെ ഒരു വലിയൊരു സംഖ്യ ഡിവൈഡഡ് ബൈ 10 വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒറ്റ സംഖ്യ നീക്കി പോയിന്റ് ഇട്ടാൽ മതി, 655.5 എന്ന് വരും. മനസ്സിലായോ? ഒറ്റ ഈ 5 എന്ന് പറയുന്ന സംഖ്യനെ മാത്രം നീക്കിയിട്ട് നമ്മൾ പോയിന്റ് ഇട്ടാൽ മതി. അവിടെ എത്ര സംഖ്യകൾ ഉണ്ടോ, അപ്പൊ ബാക്കി സംഖ്യകൾ തികയുന്നില്ല, ആകെ ഒരു സംഖ്യ ഉള്ളൂ, പക്ഷെ നമുക്ക് 3 സംഖ്യനെ നീക്കി പോയിന്റ് ഇടണമെങ്കിൽ ഇല്ലാത്ത സംഖ്യകൾക്ക് പകരം 0 ഇട്ട് കൊടുക്കുക. എവിടെ 0 ഇട്ട് കൊടുക്കുക? ഇടത് ഭാഗത്ത്. നിങ്ങളിപ്പോ ഈ പോയിന്റ് 03 എന്നുള്ളതിന് പകരം ഇങ്ങനെ എഴുതുകയാണെങ്കിൽ .30 എഴുതിയാൽ അത് തെറ്റാണ്. .30 അല്ല, .03. ഓക്കെ, അതാണ് ഡെസിമൽ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ദശാംശ ഭിന്നം എന്ന് പറഞ്ഞത്. ഓക്കെ ആണല്ലോ? അപ്പൊ എല്ലാവർക്കും ക്ലിയർ ഓക്കെ, ഗുഡ്. അപ്പൊ അതാണ് നമ്മുടെ ദശാംശ ഭിന്നം. നോക്കൂ, അതിന് ഞാനൊരു ചെറിയൊരു ടേബിൾ ഒക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മുടെ തൗസൻഡ്സ്, ഹൺഡ്രഡ്സ്, ടെൻസ്, വൺസ്, അതാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്. നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് 2355 എന്ന് പറയുന്ന ഒരു വലിയൊരു സംഖ്യ എഴുതുകയാണെങ്കിൽ ഈ 5 ആണ് ഇതിന്റെ വൺസിന്റെ പ്ലേസിൽ ഒറ്റ സ്ഥാനത്ത് കിടക്കുന്നത്. ഇതാണ് ഇവിടെ ടെന്നിന്റെ പ്ലേസിൽ. ഇവിടെയാണ് കിടക്കുന്നത് എന്ത്? ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ. ഇവിടെ കിടക്കുന്നതാണ് എന്ത്? തൗസൻഡ്സിന്റെ പ്ലേസ് അല്ലെ? നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് അല്ലേ നമ്പർ ഇട്ട് പോകുന്നത്. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ കഴിഞ്ഞിട്ട് ഇവിടെ .565 എന്നുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഈ പറയുന്ന ആള് പോയിന്റ് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് വരുന്ന ആളാണ് 10th പ്ലേസിലുള്ളത്. 10th പ്ലേസിലുള്ളത്, 10 സ്ഥാനത്തുള്ളത്. ഈ 6 കിടക്കുന്ന ആളാണ് എന്ത്? ഇവിടെയുള്ള ആളാണ് എന്ത്? 100th പ്ലേസിലുള്ളത്. ഇതാണ് എന്ത്? 1000th പ്ലേസിലുള്ളത്. അതിന്റെ അർത്ഥം എന്താണ്? തൗസൻഡ്സ് വരുമ്പോഴാണ്, ഇപ്പൊ നമ്മൾ ഡിവൈഡഡ് ബൈ 3 0 വന്നപ്പോഴാണല്ലേ 3 ഇതില് നീക്കി കുത്തിയത് അല്ലെ? 2 0 വന്നപ്പോ 2 നമ്പർ നീക്കി കുത്തി. അപ്പൊ താഴെ 3 0 വരിക എന്ന് പറഞ്ഞാൽ അതൊരു 1000 ആണ്. അതുകൊണ്ടാണ് ഈ മൂന്നാമത് കിടക്കുന്ന ആള് 1000th ആയത്. ഓക്കെ, താഴെ 2 0 വന്നപ്പോ നമ്മൾ 2 സ്ഥാനം നീക്കി കുത്തി. അപ്പൊ 2 സ്ഥാനം നീക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 100th വന്നോണ്ടാണ്. താഴെ ഒരു 100 വന്നത് കൊണ്ടാണ് നമ്മൾ ഇതാ 2 സ്ഥാനം നീക്കി കുത്തിയത്. താഴെ ഇനി ഒരു 10 മാത്രമേ വന്നുള്ളെങ്കിൽ ഒറ്റ സ്ഥാനം നീക്കി കുത്തി. അപ്പൊ താഴെ 10 വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു പോയിന്റ് ഇടുന്നത് തന്നെ. ഇതിന്റെ തൊട്ട് മുന്നുള്ള ആളെന്ന് പറയുന്നത് താഴെ 1 വന്ന എന്തെങ്കിലും ചെയ്യണോ? ഒന്നും ചെയ്യണ്ട. ഓക്കെ, അപ്പൊ 10th എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 10 ഇനിയാണ് നമ്മൾ 10th എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം കിടക്കുന്നത് ഈ സംഖ്യയാണ് 10th. കാരണം നമ്മൾ പോയിന്റ് ഇടുന്നത് തന്നെ ഡിവൈഡഡ് ബൈ 10 എങ്കിലും വന്നാലാണ്. അപ്പൊ അതാണ് 10th. അത് കഴിഞ്ഞിട്ടുള്ള സംഖ്യ. ഇവിടെ നിന്ന് നമ്മളിപ്പോ എങ്ങനെയാണ് എണ്ണുന്നത്? ഈ ദിശയിലാണ് പോകുന്നത്. ഹോൾ നമ്പർ പാർട്ട് ഈ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും, ഡെസിമൽ പാർട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കുമാണ് നമ്പർ ചെയ്ത് പോകുന്നത്. അത് ഇവിടെ നിന്ന് നമ്മൾ 10th, 100th, 1000th എന്ന് പറഞ്ഞാൽ 10th പത്താമത്തെ ഭാഗം അല്ലെങ്കിൽ 10ൽ ഒരു ഭാഗം. 100th എന്ന് പറഞ്ഞാൽ 100ൽ ഒരു ഭാഗം. 1000th എന്ന് പറഞ്ഞാൽ 1000ൽ ഒരു ഭാഗം. അതാണ് ആ നെയിംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് 1000, 100, 10 ഒറ്റ, അങ്ങനെയാണ് ഈ സൈഡ് വരുന്നത്. ഇവിടെ വന്നപ്പോൾ 10th പത്താമത്തെ ഭാഗം അല്ലെങ്കിൽ 100ാമത്തെ ഭാഗം. 1000th ആയിരാമത്തെ ഭാഗം, അങ്ങനെയാണ് വരുന്നത്. വെറുതെ 10, 100, 1000 എന്നല്ല. ഈ നെയിം കണ്ടാൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. 1000ഉം 1000th-ഉമാണ്. 100, 100th ആണ് അല്ലെ? അപ്പൊ അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ താഴെ 10 വരുമ്പോഴാണ് നമ്മൾ ഒരു പോയിന്റിലേക്ക് 0 ഇടുന്നത്. അപ്പൊ ഒറ്റ പോയിന്റിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആള് 10th. 2 0 വരുമ്പോഴാണ് 2 സംഖ്യ നീക്കി പോയിന്റ് ഇടുന്നത്. അപ്പൊ ഇപ്പുറത്ത് കിടക്കുന്ന ആള് 100th. പിന്നെ ഇവിടെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നെങ്കിലോ 10,000th ആവും. മനസ്സിലാവുണ്ടോ? അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ നെയിംസ് വരുന്നത്. ഓൾറൈറ്റ്, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ബേസിക്സ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. 10ന്റെ പവറുകളാണ്, അല്ലെങ്കിൽ 10ന്റെ 10, 100, 1000 അങ്ങനത്തെ സംഖ്യകളാണ് ഡിനോമിനേറ്ററിൽ ഛേദത്തിൽ വരുന്നതെങ്കിലാണ് നമ്മൾ ചെയ്യുന്നത്. 10/10 ഒന്നല്ലേ? 10/10 എങ്ങനെയാ നമ്മൾ ചെയ്യുന്നത്? ഒരാൾ ചോദിച്ചിട്ടുണ്ട് 10/10 0.1 ആണോ? അതെങ്ങനെയാ വരിക? 10/10 എന്ന് പറഞ്ഞാൽ എന്താ? അത് ഒന്നല്ലേ? മുകളിലും താഴെ ഓരോ സംഖ്യ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്?
ഒന്നല്ലേ? അപ്പൊ എന്താ ചെയ്യാ? 10/10 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ട? ഒരു സംഖ്യ നീക്കി പോയിന്റ് ഇടുക. സാധാരണ ചെയ്യുന്നത് തന്നെ. ഇവിടെ എത്ര സംഖ്യ ഉണ്ട്? 2 സംഖ്യ. ഒരു സംഖ്യ നീക്കി പോയിന്റ് ഇടുക എന്ന് പറഞ്ഞാൽ 1.0, അതായത് 1. ക്ലിയർ ആയോ? അങ്ങനെയാണ് 10/10 വരുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ പോകാൻ പോണെന്താ? നമ്മുടെ ഓപ്പറേഷൻ എത്തി. അല്ലേ? ഓപ്പറേഷൻ എത്തി. അപ്പൊ നമ്മുടെ ബേസിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഓപ്പറേഷനിലേക്ക് പോവാണ്. എന്താണ് ഓപ്പറേഷൻ? അഡീഷൻ. എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, സബ്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ ആഡും സബ്സ്ട്രാക്ട് ഒക്കെ വരുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഡെസിമൽ നമ്പറുകളെ മാത്രമായിട്ടും ഹോൾ നമ്പറുകളെ മാത്രമായിട്ടും ആണ് ആഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. മനസ്സിലായോ? നിങ്ങൾക്ക് രണ്ട് സംഖ്യ തന്നിട്ട് സാധാരണ രീതിയിൽ നിങ്ങൾക്ക് രണ്ട് സംഖ്യ 235 പ്ലസ് 565 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ഇങ്ങനെ 235 എഴുതി 565 എഴുതി എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കൂട്ടും അല്ലേ? സാധാരണ രീതിയിൽ കൂട്ടും. ഇനി അതിന് പകരം ഒരു 2560 പ്ലസ് 343 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനെ എങ്ങനെ എഴുതുക? 2560 പ്ലസ് 343 ഇവിടെയാണോ? 343 ഈ സൈഡിലാണോ എഴുതുക? അല്ല. എന്തുകൊണ്ടാണ് അപ്പുറത്തേക്ക് നീക്കി എഴുതാത്തത്? നമുക്ക് ഒരേ സ്ഥാനങ്ങൾ തമ്മിലാണ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഒരേ സ്ഥാനങ്ങൾ തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എങ്ങനെ എഴുതുക? 343 ഇവിടെയാണ് എഴുതുക. എന്തുകൊണ്ടാ? വൺസിന്റെ പ്ലേസിൽ കിടക്കുന്ന സംഖ്യകളെ, ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ കിടക്കുന്ന സംഖ്യകളെ, തൗസൻഡ്സിന്റെ പ്ലേസിൽ കിടക്കുന്ന സംഖ്യകളെ, അങ്ങനെ ഒരേ സ്ഥാനത്ത് കിടക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് സാധാരണ രീതിയിലുള്ള അഡീഷനിൽ പോലും ആഡ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അല്ലാണ്ട് ഇതിനെ നമുക്ക് ഇപ്പുറത്തെടുത്ത് എഴുതാനായിട്ട് പറ്റില്ല. അങ്ങനെ എഴുതിയ ഉത്തരം തെറ്റാണ്. സബ്സ്ട്രാക്ട് ചെയ്യാനാണെങ്കിലും നമ്മൾ ഒരേ സ്ഥാനം, വൺസിന്റെ വൺസിനോട്, ടെൻസിനെ ടെൻസിനോട്, അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. സെയിം തന്നെയാണ് ഇവിടെയും. അതായത് ഡെസിമൽ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യകളെ ഡെസിമൽ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യകൾ മാത്രമായിട്ടാണ് നമുക്ക് ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 21.3 4 കൂടി ഞാൻ നിങ്ങളോട് ആഡ് ചെയ്യാൻ പറയും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞാല് ഇതിനെ 21.3 പ്ലസ് 4 എന്ന് എഴുതി ഇത് തെറ്റി. അങ്ങനെ എഴുതാൻ പാടില്ല. കാരണം 4 എന്ന് പറയുന്നത് ഹോൾ നമ്പർ പാർട്ടാണ് അല്ലേ? ഈ 0.3 എന്ന് പറയുന്നത് എന്ത് ഭാഗമാണ്? ഡെസിമൽ ഭാഗമാണ്. അപ്പൊ 21.3 പ്ലസ് 4 എവിടെ ഇടണം? 4 ശരിക്കും എന്താ? വൺസിന്റെ പ്ലേസിൽ കിടക്കുന്ന ആളെ ഒറ്റ സംഖ്യയല്ലേ ഉള്ളൂ. അപ്പൊ മറ്റേ സംഖ്യയുടെ വൺസിന്റെ താഴെ കൊണ്ടിടണം. അപ്പൊ ഇവിടെ എന്താ സംഭവം? ഇവിടെ ഒന്നുമില്ല. ഒന്നും അവിടെ തന്നിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം 0.0 എന്നാണ്. വെറുതെ ഒരു 4 എന്ന് പറയുന്ന ഒരു സംഖ്യ ആണെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ 4.0 എന്നാണ്. ഒന്നുമില്ല ഡെസിമൽ ആയിട്ട്. എന്നിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ 3 പ്ലസ് 0 ഇവിടെ 3 വന്നു. ഇവിടെ 5 വന്നു. ഇവിടെ 2 വന്നു. എന്നിട്ട് ഈ പോയിന്റ് എവിടെ? അവിടെ തന്നെ പോയിന്റ് ഇടണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അഡീഷൻ അങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുക. വളരെ എളുപ്പമാണ് ആഡ് ചെയ്യാൻ. നിങ്ങൾക്ക് വേറൊരു സംശയം വരാൻ സാധ്യതയുള്ളത്, ഈ ശിഷ്ടം വന്നാൽ എന്താ ചെയ്യപ്പോ? ഡെസിമൽ ഭാഗത്ത് നമ്മൾ ആഡ് ചെയ്തിട്ട് ഒരു വലിയൊരു ശിഷ്ടം വന്നാൽ നമുക്കപ്പോ ആ ശിഷ്ടത്തിനെ എവിടെ കൊണ്ടിടും? അതിനപ്പുറത്തേക്ക് കൊടുക്കാം കേട്ടോ. അത് കുഴപ്പമില്ല. അപ്പൊ സെയിം എക്സാമ്പിൾ തന്നെ നോക്കി. 21.3 പ്ലസ് 4.8 ആയിരുന്നു എന്ന് വിചാരിക്കാം. 4.8 അങ്ങനെയാ വന്നതെന്ന് വിചാരിക്കാം. 8ഉം 3ഉം കൂടി ആഡ് ചെയ്തപ്പോൾ 11 കിട്ടി. ഇവിടെ 11 എന്നുള്ളത് ഒറ്റയടിക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. 1 എഴുതുക, മറ്റേ ഒന്നിനെ ഇപ്പുറത്തേക്ക് കൊടുക്കാം. മനസ്സിലായോ? എന്തുകൊണ്ടാ? 10 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നല്ലേ? മനസ്സിലായോ? 0.10 കഴിഞ്ഞ് പിന്നെ അടുത്തത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് 1ലേക്ക് മാറി. മനസ്സിലായോ? അപ്പോ 0.9 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 0.10, പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ 1.1 ആണ്. ഓക്കെ, അപ്പോ ആ ഒന്നിനെ അപ്പുറത്തേക്ക് കൊടുക്കാം. സാധാരണ പോലെ തന്നെ ആഡ് ചെയ്യാം. 1 പ്ലസ് 4 പ്ലസ് 1 6 2 26.1 എന്ന് വരും. അപ്പൊ ഇവിടെ തമ്മിലാണ് ആഡ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ആഡ് ചെയ്ത് കിട്ടുന്ന സംഖ്യനെ നമുക്ക് അപ്പുറത്തേക്ക് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. മനസ്സിലായല്ലോ? അത് ചെയ്യാം. പക്ഷെ ഇങ്ങനെ ഇട്ട് ആഡ് ചെയ്യുമ്പോൾ ഡെസിമൽസിനോട് കൂടെയും പിന്നെ ഡെസിമൽ ഹോൾ നമ്പർ പാർട്ടുകളോട് കൂടി മാത്രവുമാണ് ആഡ് ചെയ്യാൻ പാടുകയുള്ളൂ. അപ്പൊ അതാ നോക്കി, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 51.3ഉം 7.078ഉം 1.38 ഇത്രയും സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എഴുതുമ്പോ 51.3
ഈ 7 എവിടെ കൊണ്ടെഴുതും? 7 ഇവിടെ എഴുതിയ ആൻസർ ശരിയായോ? ഇല്ല, അവിടെ എഴുതാൻ പാടില്ല. കാരണം എന്താണ്? 7 കിടക്കുന്നത് എന്ത് സ്ഥാനത്താ? വൺസ്. ഇവിടെ എന്തുണ്ട്? ടെൻസും ഉണ്ട് വൺസും ഉണ്ട് അല്ലേ? അപ്പൊ 7 എവിടെ എഴുതണം? വൺസിന്റെ താഴെ എഴുതണം. അപ്പൊ വൺസിന്റെ താഴെ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1ന്റെ താഴെയാണ് ഇവിടെ എഴുതേണ്ടത്. 5ലത്തെ 1 ഇവിടെ വൺസ് ആയിട്ട് വരുന്ന ആള്. അപ്പൊ 1ന്റെ താഴെയാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ ഇവിടെ എഴുതാ 7.078. ഇവിടെ ആൾക്കാരില്ല, 0 ഇട്ട് കൊടുക്കുക. അവിടെ ബാക്കി സ്ഥലം ആവശ്യമുണ്ട് എന്നല്ലെങ്കിൽ നമുക്ക് അവിടെ കുറെ പ്ലേസ് വെറുതെ കിടക്കണമെങ്കിൽ 0 ഇട്ട് കൊടുക്കാം. ഇവിടെ ഒന്നും ഇല്ല എന്നതിന്റെ അർത്ഥം 0ആണ്. ഇപ്പൊ നിങ്ങൾക്കൊരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് 42.5 എന്ന് പറഞ്ഞാലും 42.50 എന്ന് പറഞ്ഞാലും രണ്ടും ഒന്നാണ് കേട്ടോ. അപ്പൊ 0 ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എവിടെ 5 കഴിഞ്ഞിട്ട്, 5ന്റെ മുന്നല്ല, 5ന്റെ മുന്നേ വരുന്ന 0ത്തിന് വ്യത്യാസമുണ്ട്. ഈ 5 കഴിഞ്ഞിട്ട് ഇവിടെ ഒരു 0 ഇട്ടാലും ഇട്ടില്ലെങ്കിലും നമുക്ക് ഒരേപോലെയാണ്. ഓക്കെ, അപ്പൊ 42.5 എന്ന് പറയുന്നത് 42.50 എന്ന് പറഞ്ഞാലും അത് ഒരു നമ്പർ തന്നെയാണ്. ഇപ്പൊ 51.3 എന്നുള്ളതിന് 51.300 എന്നിട്ടാലും ഒരു വ്യത്യാസവും ഇല്ല. അടുത്ത നോക്കി 1.38. അപ്പൊ ദാ 1.38നും കൂടി ഞാൻ ഇവിടെ എഴുതി. എവിടെ എഴുതും? 1.38. അപ്പോഴും എന്താണ്? ഒരാളില്ല, അപ്പൊ 0 ഇട്ടു. 0.9. 0.9 എന്ന് പറയുമ്പോ അതിന് എന്തില്ല? ഹോൾ നമ്പർ പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ 0ആണ്. അപ്പൊ അതിനെ 0.9, ബാക്കി സ്ഥലം തികയ്ക്കാൻ വേണ്ടി 0 ഇട്ടു. ഇനി ഇതൊക്കെ ആഡ് ചെയ്തു 8 അല്ലേ? 7ഉം 8ഉം കൂടി ആഡ് ചെയ്യുമ്പോ എന്താ? 15. 5 ഇട്ടു. നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഞാൻ എഴുതുന്നത്? 5 വന്നു അല്ലെ? ബാക്കി 1 അപ്പുറത്തേക്ക് പോയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. 9 1 10, 16 വരും അല്ലെ? 6 ഇവിടെ ഇട്ടു. 1നെ നമുക്ക് അപ്പുറത്തേക്ക് കൊടുക്കാലോ, ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങോട്ട് കൊടുക്കണം, അല്ലാണ്ട് ഇവിടെ 16 തന്നെ ഇട്ടാ ഉത്തരം തെറ്റിപ്പോവും. ഇനി 7 1 8 9 10 0. എവിടേക്ക് 1നെ കൊടുത്തു? 6. എവിടെയാണ് പോയിന്റ്? നേരെ താഴെ തന്നെ പോയിന്റ് ഇടുക. ഇതാണ് ഉത്തരം. അങ്ങനെയാണ് നമ്മൾ ഡെസിമൽ നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഡെസിമൽ നമ്പറുകളുടെ അഡീഷൻ ക്ലിയർ ആയോ എല്ലാവർക്കും? വളരെ എളുപ്പമാണ്, വലിയ അധികം പ്രശ്നമുള്ള പരിപാടികളൊന്നുമില്ല, വളരെ എളുപ്പമാണ്. ആരുടെ ക്ലോക്കിലാ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് സമയം വെച്ചേക്കണേ? 8:44 എന്നൊക്കെ പറയണ്ടല്ലോ കുറെ ആൾക്കാര്. 8:44 ഒന്നും ആയിട്ടില്ല, 8:40 ആയിട്ടുള്ളൂ. എന്താണ് ഇത്രയും ഫാസ്റ്റ് ആക്കി വെച്ചേക്കാണോ ഫോൺ വാച്ച് സമയം? ഓക്കെ, അപ്പൊ ഡെസിമലിന്റെ അഡീഷൻ എല്ലാവർക്കും ക്ലിയർ ആയോ? ഒരുപാട് പേരൊക്കെ മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. ഇന്നിപ്പോ എനിക്ക് ആരൊക്കെ ഉണ്ടെന്ന് പോലും നോക്കാനായിട്ട് സമയം കിട്ടിയില്ല. നമുക്ക് ക്ലാസ് തുടങ്ങാനായിട്ട് ലേറ്റ് ആയി പോയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ഞാൻ നോക്കുന്നുണ്ട്, ആരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, ആരൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവരും മനസ്സിലായി എന്ന് തോന്നുന്നു. 60.658. അപ്പൊ എന്ത് ചെയ്യരുത്? 60.658 എന്ന് പറയരുത്, 60.658. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അഡീഷൻ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കൊടുത്ത് നോക്കിക്കേ. സബ്സ്ട്രാക്ഷൻ. ഇത് അഡീഷൻ തന്നെയാണ്. അപ്പൊ നോക്കുവോ, 32.737 അല്ല 9 പ്ലസ്. അപ്പൊ നമുക്ക് ഇത് ഇപ്പുറത്ത് ചെയ്ത് നോക്കാം. ഇതൊക്കെ ഞാൻ മായ്ക്കാൻ പോവാണ്, ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ പോവാണ് കേട്ടോ. ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ ഉത്തരം കിട്ടുമോ നോക്കട്ടെ. 9 പ്ലസ് കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? 9 പ്ലസ് 2.42 പ്ലസ് 4.067. ഇത് ആരും കാൽക്കുലേറ്ററിൽ കൂട്ടി പറയരുത് കേട്ടോ. കാൽക്കുലേറ്ററിൽ കൂട്ടി പറയാനാണെങ്കിൽ നമുക്ക് ഈ പരിപാടിയുടെ ഒന്നും ആവശ്യമില്ല. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ കൂട്ടാൻ പറ്റുമോ? പരീക്ഷയ്ക്ക് പോയിരുന്നിട്ട്? ഇല്ല, പറ്റില്ല. ഓക്കെ, അപ്പൊ 4.067 പ്ലസ് 16.89. ഇതിപ്പോ എല്ലാവരും ഇപ്പൊ കാൽക്കുലേറ്റർ എടുത്തിട്ടാ, ഡെസിമൽസ് അല്ലേ, സിമ്പിള്. കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്ത ആൻസർ കിട്ടാനാണെങ്കിൽ നമുക്ക് ഈ പരിപാടിയുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഇത് പഠിക്കണത് എക്സാമിന് വേണ്ടിയിട്ടാ. എക്സാമിന് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല. പറ്റുമോ? പറ്റില്ല. അപ്പൊ നിങ്ങൾ ഇത് കാൽക്കുലേറ്റർ ഒന്നും ഉപയോഗിക്കാണ്ട് ഇപ്പൊ പറഞ്ഞു തന്ന മെത്തേഡിൽ വേഗം ഉത്തരം പറഞ്ഞേ. വേഗം പറയട്ടെ, ആരാദ്യം പറയുന്നത് നോക്കട്ടെ. മഴയൊക്കെ ഉണ്ടാവും ട്ടോ. നാളെ സ്കൂളൊന്നും അവധിയൊന്നും ഉണ്ടാവില്ല. അത് ആരും ആലോചിക്കണ്ട. പൂജയ്ക്കൊക്കെ വെക്കാൻ പോവല്ലേ?
പൂജയ്ക്ക് വെക്കാൻ പോവല്ലേ, ഇനി കുറച്ച് നാളെയും കൂടെ പോയാൽ മതി അല്ലേ. ഇനി ഈ വീക്ക് മുഴുവനും ലീവാ, ഇനി വെള്ളിയാഴ്ച 3 ദിവസല്ലേ അവധി. ആരാണ് ആദ്യം ഉത്തരം പറയാൻ നോക്കട്ടെ. വേഗമാവട്ടെ വേഗമാവട്ടെ, നമുക്ക് സമയമില്ല, വേഗമാവട്ടെ. എവിടെ ആൻസേഴ്സ് ഒന്നും കാണാനില്ലല്ലോ. സമയമില്ല സമയമില്ല. ഒരാള് പറഞ്ഞിട്ടുണ്ട്. പേരും കൂടി ഇടണം, പേരും കൂടി ഇടണം, എന്നാലേ ഞാൻ പേര് വിളിക്കുള്ളൂ. ആരാണോ ആദ്യം പറയുന്നത് അവര് പേരും കൂടി ഇടണം. പേരില്ല. പേരെവിടെ? ആദ്യം പറഞ്ഞ ആളുടെ പേരെവിടെ? ആൻഡ്രിയ ആണ് ആദ്യം ഉത്തരം പറഞ്ഞത്. പിന്നെ രാതുല് പറഞ്ഞിട്ടുണ്ട്, ആദിദേവ് പറഞ്ഞിട്ടുണ്ട്. 3 പേർക്കാണോ അത് മനസ്സിലായത്? അപ്പോ ഉത്തരം ശരിയാണ്. 32.377 അതാണ് ഉത്തരം. അപ്പൊ നോക്കി നോക്കൂ, എങ്ങനെയാ വരുന്നത്? കറക്റ്റ് ആണല്ലേ. നമ്മള് 9 എന്നുള്ളതിനെ 9.000 എന്ന് എഴുതാം അല്ലെ. എത്ര 0 അവിടെ ഇട്ടാലും ഒരു മാറ്റവും ഇല്ല കേട്ടോ. 9.0 എന്നിട്ടാലും 9.000 എന്നിട്ടാലും 10 0 അവിടെ ഇട്ടാലും ഒരു വ്യത്യാസവും ഇല്ല. പോയിന്റ് കഴിഞ്ഞിട്ട് 9.01 9.10 ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെയാണ് നിങ്ങൾ പോയിന്റിൽ 0 ഇട്ട് കൂട്ടണമെങ്കിൽ ആൻസർ തെറ്റാണ്. ഒരു സംഖ്യ കഴിഞ്ഞ് അതിന്റെ അപ്പുറത്തെ പോയിന്റ് കഴിഞ്ഞിട്ട് 0 ഇടണമെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ എത്ര പോയിന്റ് ഇവിടെ ഇങ്ങനെ ഇട്ടാലും അത് 9.1 തന്നെയാണ്. അല്ലെങ്കിൽ വെറുതെ 9 കഴിഞ്ഞിട്ട് എത്ര 0 ഇട്ടാലും അത് 9 തന്നെയാണ്. ഓക്കെ, ഇപ്പുറത്തെ സൈഡിൽ പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് എന്തല്ല, 9.1 അല്ല. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് 9.000 എന്ന് എഴുതാം. കാരണം ബാക്കി എത്രയാണ് മാക്സിമം ഡെസിമൽ പ്ലേസസ്? 3 ആണ് മാക്സിമം ഡെസിമൽ പ്ലേസസ്. അപ്പൊ അതുപോലെ ഒരുപോലെ ഇടാൻ വേണ്ടിയിട്ട് മാത്രം 3 0 ഇട്ടു. അടുത്തത് 4 2 എന്നുണ്ടായിരുന്നുള്ളൂ. മാക്സിമം ഡെസിമൽ പ്ലേസ് 3 ആയതുകൊണ്ട് 4 2 0 ഇട്ടു. 0 6 7 ഓൾറെഡി ഇവിടെ ഉണ്ട്. 8 9 ഉണ്ടായിരുന്നുള്ളൂ, 0 ഇട്ടു. എന്നിട്ട് നോക്കി എല്ലാത്തിനെയും ആഡ് ചെയ്തു. ഇവിടെ 7 വന്നു. ഇവിടെ 6 + 2 + 9 എന്ന് പറയുന്നത് വീണ്ടും 17 വന്നു. 7 ഇട്ടു. ബാക്കി 1 അപ്പുറത്തേക്ക് പോയി. 1 4 5 5 8 13. അപ്പൊ 3 ഇവിടെ ഇട്ടു. ബാക്കി 1 അപ്പുറത്തേക്ക് കൊടുക്കണം. ഇവിടെ തന്നെ എഴുതരുത്, അപ്പുറത്തേക്ക് കൊടുത്തു. 9 1 10 10 10 20 22 എന്ന് വന്നു. 2 വന്നു. 2 ഇട്ടു. അപ്പുറത്തേക്ക് 2 കൊടുത്തു. 2 1 3 32.377 ഉത്തരം കിട്ടിയില്ലേ? അപ്പൊ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് 32.377. ഇനി അടുത്തത് നോക്കിയാൽ ഇവിടെ ഒരു സബ്സ്ട്രാക്ഷൻ കൊടുത്തിട്ടുണ്ട്. 27.85 14.34 ഒരു വ്യത്യാസവും ഇല്ലേ. അപ്പൊ നിങ്ങൾ ആഡ് ചെയ്തതിന് പകരം എന്ത് ചെയ്യണം? സബ്സ്ട്രാക്ട് ചെയ്യണം. സബ്സ്ട്രാക്ട് ചെയ്തോളൂ വേഗം, കുറച്ചോളൂ. ഇപ്പൊ പറഞ്ഞ അതേ മെത്തേഡ് തന്നെ, എഴുതേണ്ടതും ചെയ്യേണ്ടതും ഒക്കെ ഒരേ മെത്തേഡ്. കൂട്ടുന്നതിന് പകരം കുറയ്ക്കുക, അത്രേ ഉള്ളൂ. ഒന്ന് വേഗം കണ്ടുപിടിച്ച ഉത്തരം. 13.51 എന്ന് ആൻഡ്രിയ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ പറഞ്ഞ കുറയ്ക്കലിന്റെ ആണോ, അതിന്റെ ആണോ ഉത്തരം പറഞ്ഞേക്കണത്? ഇപ്പൊ പറഞ്ഞ കുറയ്ക്കലിന്റെ ആണോ? അപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പൊ രണ്ടാമത് ആൻസർ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യം എടുക്കുന്ന ആൾക്കാരെ മാത്രമേ പറയുള്ളൂ. സ്പീഡ് വേണം, നമുക്ക് സ്പീഡ് വേണം. സ്പീഡ് ഉണ്ടെങ്കിലാണ് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സ്പീഡ് വേണം കേട്ടോ. അപ്പൊ ഇതും ആൻഡ്രിയ തന്നെയാണ് പറഞ്ഞേക്കണത്. ഫസ്റ്റ് 13.51 ആദിദേവ് പറഞ്ഞിട്ടുണ്ട്, നിയ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ മേരി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും പേരുടെ ഞാൻ പേര് വിളിക്കുന്നുള്ളൂ. വേഗം വേഗം പറയുന്ന ആൾക്കാരുടെ പേര് വിളിക്കുള്ളൂ. നോക്കി, 27.85 മൈനസ് 14.34 അല്ലേ? അങ്ങനെ എഴുതിയാൽ മതി. 5ൽ നിന്ന് 4 പോയാൽ 1, 8 നിന്ന് 3 പോയാൽ 5 പോയിന്റ് ഇട്ടു അല്ലേ? 7 നിന്ന് 4 പോയാൽ 3,
2 പോയ 1. എളുപ്പമാണ്. 13.51. വളരെ എളുപ്പം അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ട് എന്ത് ചെയ്യുക? സബ്സ്ട്രാക്ട് ചെയ്യുക. ആഡ് ചെയ്തതിന് പകരം സബ്സ്ട്രാക്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പോ ഓപ്പറേഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ അഡീഷനും കഴിഞ്ഞു, സബ്സ്ട്രാക്ഷനും കഴിഞ്ഞു. ഇനി നമുക്ക് ആരെ പഠിക്കാനുള്ള? അപ്പൊ എല്ലാവരും പറയുന്ന ഉത്തരം കറക്റ്റ് ആണ്. 13.51 ശരിയാണ്. അപ്പൊ നിങ്ങൾക്ക് അഡീഷനും സബ്സ്ട്രാക്ഷനും എല്ലാം വളരെ ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ പോകാൻ പോണത് ഇനി ആരില്ല? അഡീഷനും സബ്സ്ട്രാക്ഷനും കഴിഞ്ഞാൽ സാധാരണയായി നമ്മളെ ആരുടെ അടുത്തേക്കാ പോവുക? മൾട്ടിപ്ലിക്കേഷൻ, ഗുണനം. ഗുണനത്തിന്റെ അടുത്തേക്കാണ് അടുത്തത് പോവുക. ഈ ഗുണനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഗുണനത്തിന് ഈ പറഞ്ഞ പോലെ എന്താണ്, ഡെസിമലും അല്ലെങ്കിൽ ഹോൾ നമ്പറും അങ്ങനെയൊന്നുമില്ല. ഗുണനത്തിനെ നമ്മൾ ഒരുമിച്ച് ഗുണിച്ചിട്ട് അതിന് പിന്നെ പോയിന്റ് ഇടുകയാണ് ചെയ്യുക. ഓക്കെ, ഗുണനത്തിന് ഡെസിമലുകളും തമ്മിൽ മാത്രം ഗുണിക്കുക, അല്ലെങ്കിൽ മറ്റേ ഹോൾ നമ്പറും തമ്മിൽ മാത്രം ഗുണിക്കുക, അങ്ങനെയല്ല മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ഗുണിക്കുന്നത് വ്യത്യസ്തമായൊരു രീതിയിലാണ്. നമ്മൾ മൊത്തത്തില് പോയിന്റ് ഇല്ല എന്ന് വിചാരിച്ച് ഗുണിച്ചിട്ട് അവസാനം പോയിന്റ് ഇടുക എന്നുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് എളുപ്പം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് ആകെ സംശയം എവിടെ പോയിന്റ് ഇടണം എന്നുള്ളത്. അപ്പൊ അതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് വൺ മോർ ക്വസ്റ്റ്യൻ ഇനിയിപ്പോ തരണില്ല, ഞാൻ നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് ആഡ് ചെയ്തിട്ട് തരാം കേട്ടോ. കൂടുതൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ട് തരാം. നമുക്ക് മാക്സിമം പോർഷൻസ് കവർ ചെയ്യണം, അതിനാണ്. ഇപ്പൊ ഞാൻ തരുന്നില്ല, കൂടുതൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ വർക്ക്ഷീറ്റ് ഇടാം. ഓക്കെ. അപ്പൊ നമ്മൾ എന്താണ് പറയാൻ പോകുന്നത് ഇനി മൾട്ടിപ്ലിക്കേഷൻ ആണ്. എന്താണ് മൾട്ടിപ്ലിക്കേഷന്റെ പ്രത്യേകത? ഞാനിപ്പോ തന്നെ പറഞ്ഞത്, അതിന് ഡെസിമലും തമ്മിലും ഹോൾ നമ്പറും തമ്മിലും മൾട്ടിപ്ലൈ ചെയ്യുക എന്നതല്ല മൾട്ടിപ്ലിക്കേഷന്റെ റൂള്. മൾട്ടിപ്ലിക്കേഷന് അവിടെ അങ്ങനെ ഒരു ഡെസിമലേ ഇല്ല എന്ന് വിചാരിച്ചിട്ട്, അവിടെ പോയിന്റ് എന്ന് പറയുന്ന സാധനമേ ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അവസാനമാണ് നമ്മൾ പോയിന്റ് ഇടുക. അതാണ് ഇവിടത്തെ നിയമം. നോക്കൂ എന്താണ് നിയമം? ടു മൾട്ടിപ്ലൈ 2 ഡെസിമൽ നമ്പേഴ്സ്, 2 ഡെസിമൽ നമ്പറുകളെ മൾട്ടിപ്ലൈ ചെയ്യാൻ 2 സ്റ്റെപ്പ് ഉണ്ട്. ആദ്യം ഡെസിമൽ പോയിന്റ് ഇല്ലാതെ ഇവയെ മൾട്ടിപ്ലൈ ചെയ്യാം. അതിനുശേഷം അപ്പൊ മൾട്ടിപ്ലൈ ദ 2 ഡെസിമൽ നമ്പേഴ്സ് വിത്തൗട്ട് ദ ഡെസിമൽ പോയിന്റ് ജസ്റ്റ് ലൈക്ക് ഹോൾ നമ്പേഴ്സ്. അവിടെ ആ പോയിന്റ് ഇല്ല എന്ന് വിചാരിച്ചിട്ട്, ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 4.2 2.1 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 42 21 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് പോയിന്റ് അവിടെ ഇല്ല എന്ന് വിചാരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അതിനുശേഷം എന്നിട്ട് അവസാനം കിട്ടുന്ന ഉത്തരം 42 21 അല്ല, അതിൽ നമുക്ക് കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. ഇനി എന്താ ചെയ്യണ്ടേ? കൗണ്ട് ദ നമ്പർ ഓഫ് ഡിജിറ്റ് starting from the rightmost digit and move towards left, then put the decimal there. ഇനി എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ 42 into 21 ചെയ്താൽ നമുക്ക് ഒരു ഉത്തരം കിട്ടും. ആ കിട്ടുന്ന ഉത്തരത്തിന്റെ വലത് ഭാഗത്ത് നിന്ന് ഇടത് ഭാഗത്തേക്ക് നമ്മൾ മൂവ് ചെയ്യണം. എന്തിനാ മൂവ് ചെയ്യുന്നത്? ഇവിടെ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 882 ആണ്. ഇനി ഇവിടെ എത്ര ഡെസിമൽ പോയിന്റ് ഉണ്ട്? ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരെണ്ണം, ഇവിടെയും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ. അപ്പൊ മൊത്തം എത്ര ഉണ്ട്? 2 സംഖ്യ അല്ലെ? ഇവിടെ ഒരെണ്ണം, പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ 2, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സംഖ്യ 2. അപ്പൊ മൊത്തം പോയിന്റ് കഴിഞ്ഞിട്ട് കിടക്കുന്നത് 2 സംഖ്യകളാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് 1 2 കഴിഞ്ഞിട്ട് ദാ ഇവിടെ പോയിന്റ് ഇടുക. അതാണ് ഉത്തരം. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? ഡെസിമൽ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഹോൾ നമ്പർ ആണെന്ന് കരുതി മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് വലതു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് തന്നിട്ടുള്ള നമ്പറിൽ എത്ര പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യകൾ ഉണ്ട്, ഒരു നമ്പറിലല്ല, മൊത്തം എത്ര സംഖ്യകളുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇപ്പൊ ഞാൻ 345 into 6.78 ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ ചെയ്യണ്ടേ? 345 into 678 എന്ന് ചെയ്യാം. എന്താണ്? 345 into 678 എന്ന് ചെയ്യാം. അപ്പൊ നമുക്ക് വലിയൊരു സംഖ്യ കിട്ടും. 23,3,9,1,0 എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു 6 അക്ക സംഖ്യ ഒക്കെ കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എത്ര ഉണ്ട്? 1 2 ഡെസിമല്,
ഇവിടെ എത്ര ഉണ്ട്? 2 എണ്ണം തന്നെ. അപ്പൊ എത്ര എണ്ണം മൊത്തം നീങ്ങണം? 4. 1 2 3 4. ഇതാ ഇവിടെയാണ് ഉത്തരം വരുന്നത്. 23 വരിക. അപ്പൊ അതിന് നമ്മൾ ചെറുതായിട്ട് ഒരു കോമൺ സെൻസ് കൂടി ഉപയോഗിച്ചാൽ, അതായത് നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ ഉപയോഗിച്ചാൽ നമുക്കൊരു ചെറിയൊരു ഇത് കിട്ടും. എന്താണ് അവിടെ ഒരു ഐഡിയ ഉദ്ദേശിക്കുന്നത്? ഇവിടെ 4.2ഉം ഇവിടെ 2.1 ആണ്. അപ്പൊ മെയിൻ ആയിട്ട് വരുന്ന സംഖ്യകൾ എന്ന് പറയുന്നത് 4ഉം 2ഉം ആ. 4ഉം 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഏകദേശം 8ന്റെ അടുത്ത് കിടക്കുന്ന ആൾക്കാരല്ലേ കിട്ടേണ്ടത് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് 42 ഇൻറ്റു ഈ 21 ചെയ്തിട്ട് 882 കിട്ടിയാല് നിങ്ങൾ എവിടെ കൊണ്ടുപോയി പോയിന്റ് ഇടണമെന്ന് ചിന്തിക്കുമ്പോ എന്താ ആലോചിക്കണം? 4ഉം 2ഉം ആണ് അവിടുത്തെ ഹോൾ നമ്പർ ഭാഗങ്ങൾ. അപ്പൊ അവരെ മൾട്ടിപ്ലൈ ചെയ്താൽ 8 സംതിങ് ആണ് കിട്ടേണ്ടത്. അപ്പൊ 8 കഴിഞ്ഞിട്ട് പോയിന്റ് ഇടണം. 88 കഴിഞ്ഞിട്ട് അപ്പൊ പോയിന്റ് ഇടുവോ? 4ഉം 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് 88 കിട്ടുമോ? ഇല്ല. ഇവിടെ നോക്കിയേ, നമുക്ക് ഇത്ര വലിയൊരു സംഖ്യ കിട്ടിയേ, പക്ഷെ നമ്മൾ ചെയ്യുന്നത് അറിയാ? 3ഉം 6ഉം അല്ലെ? അപ്പൊ എന്തായാലും ഒരു 2 അക്ക സംഖ്യയാണ് അവിടെ വരുള്ളൂ. അങ്ങനെ നോക്കിയിട്ടാണ് പോയിന്റ് ഇടേണ്ടത്. ഓക്കെ ഓക്കെ. അപ്പൊ ദാ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ വരെയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. മലയാളം നോട്ട്സ് ഒക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു എക്സാമ്പിളും ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ. നോക്കി, നമ്മളിപ്പോ പറഞ്ഞ അതേ മെത്തേഡാണ് എക്സാമ്പിൾ വന്നേക്കുന്നത്. ഇവിടെ എത്ര? 3.5413ഉം 2.1ഉം. അപ്പൊ എന്താണ് ഇവിടെ? പോയിന്റേ ഇല്ല എന്നുള്ള രീതിയിൽ അതിനെ ഇങ്ങനെ കൺസിഡർ ചെയ്യാം. 35,413ഉം 21ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വലിയൊരു സംഖ്യ കിട്ടും. ഇനി ഇവിടെ എത്ര ഒന്നുണ്ട്? 1 2 3. ഇവിടെ 4 ഡെസിമൽ പോയിന്റ് ഉണ്ട്. ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. 4 + 1 അപ്പൊ 5 ആണ് മൊത്തമുള്ള ഡെസിമൽ പോയിന്റ്. അപ്പൊ ഇവിടെ നിന്ന് എണ്ണി തുടങ്ങാം. ഇവിടെ നിങ്ങളാണോ എണ്ണുക? റൈറ്റിന്ന് ലെഫ്റ്റിലേക്കാണോ? സോറി, ലെഫ്റ്റിന്ന് റൈറ്റിലേക്കാണോ? അല്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് എണ്ണേണ്ടത് കേട്ടോ. 1 2 3 4 5. അപ്പൊ അതാ ഇവിടെ പോയിന്റ് ഇടണം. 7 പോയിന്റിൽ ഇടണം. എന്തുകൊണ്ടാ? ഇത് 3ഉം 2ഉം ആണ് മെയിൻ ആയി കിടക്കുന്ന ആൾക്കാര്. അവര് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എന്തായാലും 6 അല്ലെങ്കിൽ ഒറ്റ സംഖ്യ തന്നെയല്ലേ വരുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചിട്ട് പോയിന്റ് ഒക്കെ ഇടേണ്ടത്. ഓക്കേ. അപ്പൊ ഇന്നത്തെ ക്ലാസ് അപ്പൊ ദാ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് ഒരു 10 മിനിറ്റ് വൈകിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്നാലും നമുക്കിപ്പോ ഇത്ര ഇന്ന് എടുക്കുന്നുള്ളൂ. അപ്പോ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നോട്ട്സും കാര്യങ്ങളും ഒക്കെ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടാം. അപ്പൊ എല്ലാവർക്കും എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കിനി അപ്പൊ എല്ലാവരും ഹാർട്സ് ഒക്കെ ഓൾറെഡി കണ്ടു. വേഗം പോകാൻ വേണ്ടി എല്ലാവരും ഹാർട്സ് ഒക്കെ നേരത്തെ ഇട്ടേക്കാണ് അല്ലെ? അപ്പൊ നമുക്കിനി എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. സോ ബൈ.